നീ അവളെ വിളിച്ചിട്ടുണ്ട്, നീ അവളെ വിളിച്ചിട്ടുണ്ടോ? ആദ്യത്തേത് സെന്റൻസും രണ്ടാമത്തേത് ക്വസ്റ്റ്യനുമാണ്, ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. നീ അവളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നീ, യു അല്ലേ. ഉണ്ട് എന്നതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവിടെ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലേ. സോ യു ഹാവ്. നെക്സ്റ്റ്, വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോളാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട്, ഹാസ് ഹാവ് വരുമ്പോൾ എപ്പോഴും വേർബ് എന്ത് ഫോമിലായിരിക്കും? V3 ഫോമിലായിരിക്കും. അപ്പോൾ വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോളാണ്, അതിൻ്റെ V3 കോൾഡ് എന്നാണ്. സോ യു ഹാവ് കോൾഡ്. അവളെ എന്ന് പറയാനായിട്ട് ഹെർ എന്ന് കൂടി ആഡ് ചെയ്യുക. യു ഹാവ് കോൾഡ് ഹെർ, നീ അവളെ വിളിച്ചിട്ടുണ്ട്. ഇനി ചോദ്യമാക്കാനായിട്ട് ഒരു എളുപ്പവഴി ഉണ്ട്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു സൂത്രപ്പണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നീ അവളെ വിളിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ഹാവ് യു എന്നാകും കേട്ടോ. യു ഹാവ് എന്നുള്ളത് ഹാവ് യു എന്നാകും. സോ ഹാവ് യു കോൾഡ് ഹെർ, നീ അവളെ വിളിച്ചിട്ടുണ്ടോ എന്നാകും. അങ്ങനെയാണെങ്കിൽ നീ അവളെ കണ്ടിട്ടുണ്ട് എന്നും നീ അവളെ കണ്ടിട്ടുണ്ടോ എന്നും ഈ ഹാവ് വെച്ചിട്ട് ഒന്ന് സെൻറ്റൻസും ക്വസ്റ്റ്യനും ആക്കി, വളരെ എളുപ്പത്തിൽ. ഇത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് പഠിച്ചതുകൊണ്ടും അവിടെ ഹാവ് ആണ് യൂസ് ചെയ്യണത് എന്ന് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടുമാണല്ലോ. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, ഗ്രാമർ പഠിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സംസാരിച്ച് പഠിക്കുക. ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ സംസാരിച്ച് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്യുക.